അയ്യോ, സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് എത്രയുന്നു. ഇഷ്ടപ്പെടുന്നയാളെ വിശ്വസിക്കണം. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം കേട്ട എന്താ ചെയ്യണ്ടേ? അവിടെയാണ് സംശയം വരുന്നത്. ചോദിക്കണ്ടേ? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പെൺപിള്ളേരെ ഇത് കേൾക്കുന്നെങ്കിൽ ഒന്നാമത് മൈൻഡ് ചെയ്യത്തില്ല. ഇനി അത്ര സീരിയസ് ആയിട്ട് അവരത്തി പറയുന്നെങ്കിൽ നമ്മൾ ചോദിക്കും, എടാ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോയെന്ന്. കാരണം ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറ്റത്തില്ല. അതവിടെ ഇരുന്ന് പോകെത്തുമില്ല. ഇതിനൊരു റൂട്ട് റീസൺ ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ അവനെ നമുക്ക് വിശ്വാസമാണ്. അവൻ നമ്മളെ ചതിക്കില്ല എന്നാ നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ ആൺകുട്ടികളോ, അവരിതൊരിക്കലും ചോദിക്കില്ല. അതിങ്ങനെ മനസ്സിൽ വെച്ച് പുകച്ച് ഏതെങ്കിലും സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് മിണ്ടിയ അതും അവർ കാണും. പിന്നെ സംശയവും. എന്നിട്ട് അനവസരത്തിൽ പൊട്ടിത്തെറിക്കും. ആ ബന്ധവും വഷളാവും. ശരിയല്ലേ? ആണോ? ആൺകുട്ടികൾക്ക് എതിർക്കാൻ കേട്ടോ. ഫേസ്ബുക്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ, ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഏതോ നിദ്ര തൻ. എന്ത് ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? ആഹാ, അതൊക്കെ കേട്ട് നിദ്ര വന്ന് തുടങ്ങിയോ? വേണ്ട കേട്ടോ. 12 മണി വരെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഞാനില്ലേ, എൻ്റെ കൂടെ ആയിരിക്കണ്ടേ? അതെ, കഴിഞ്ഞ ആഴ്ച നിവിൻ പോളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഫ്രണ്ട് ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞ് ആരെ വിശ്വസിക്കാം, എന്താ ചെയ്യാന്ന്. അന്ന് നിവിൻ എന്താ പറഞ്ഞതെന്നറിയോ? നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും എന്ത് വേണമെങ്കിലും നമ്മുടെ ലവറിനെ കുറിച്ച് പറയാം. നമ്മുടെ വിശ്വാസമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പം ഒരാൾ മറ്റൊരാളെ കുറിച്ച് മോശമാണെന്ന് പറഞ്ഞാൽ അയാൾ മോശമാവുന്നില്ല. അപ്പം സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക, സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇത് ഇവർ പറയുന്നതിൽ വാസ്തവമുണ്ടോ? കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുക, ഒന്നും ഒളിപ്പിക്കാതിരിക്കുക. എന്നിട്ട് ഇവർ പറയുന്നതെല്ലാം ശരിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകരുത്. ഇതെല്ലാം വെറുതെയാന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. നിവിൻ, പക്ഷെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുമ്പോൾ ആരെ വിശ്വസിക്കണ്ടേ? ഫ്രണ്ട്സിനെയോ ലവറിനെയോ? അതേ പറഞ്ഞ, അത് അത്ര ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. അത് ക്ലിയർ ചെയ്യുക. അപ്പം തന്നെ അത് മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി അത് അത്തരം ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ആരാണോ ശരി അവരുടെ കൂടെ നിൽക്കുക. ഇപ്പം എനിക്ക് തോന്നുക എൻ്റെ ബോയ് ഫ്രണ്ടിന് വേറൊരു ലവർ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? നേരിട്ട് ചോദിക്കണോ? ചോദിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഓപ്പണായിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ഇന്ത്യയെ തന്നെ സമ്മതിക്കാൻ വഴിയില്ല, പക്ഷേ അത് അറിയാൻ വിധിച്ചപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കും. ശരി, പക്ഷെ ഇങ്ങനൊരു കാര്യം ഇല്ല. നമ്മൾ ചോദിച്ച പേരിൽ അയാൾ ഇട്ടിട്ട് പോയാലോ? മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക. അതല്ലേ അല്ലെങ്കിലും അതിന്റെ ശരി. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ലവ് ഇസ് ലവ്സ് റിവാർഡ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത് റീനു. പ്രണയത്തിന്റെ സമ്മാനമേ പ്രണയം തന്നെയാ. അങ്ങോട്ട് കൊടുക്കുന്ന പ്രണയം ഇങ്ങോട്ടും കിട്ടും, അങ്ങോട്ട് കൊടുക്കുന്നതേ ഇങ്ങോട്ടും കിട്ടും. വിശ്വാസം ഇങ്ങനെ തന്നെയാ. അങ്ങോട്ട് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു ആ വിശ്വാസം തിരിച്ചും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ അവിടെ സംശയങ്ങൾ വരുമോ? വരില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ചോദിക്കണം, തുറന്ന് ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ തുറന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ ഭാരം അവിടെ തീരും. ചോദിച്ചില്ലെങ്കിലോ ഇതിങ്ങനെ ഉള്ളിലിരുന്ന് എല്ലാം സംശയത്തിന്റെ കണ്ണിലൂടെ കണ്ട് ഫ്യൂച്ചർ തന്നെ വഷളാകും. ഫ്രണ്ട് പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അതൊക്കെ കേട്ടിട്ട് റിലേഷൻഷിപ്പ് തകർക്കാനിരുന്ന എങ്ങനെയാ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക, എന്നിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ സ്വന്തം എഫ്എം ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം. വിത്ത് റീനു. A stranger you were once, then with a gentle look you took my hand. As our life engaged, you lit my life and I held both your hands. Our souls have indeed become one. We are so fortunate that we found the love so true that everyone dreams about. നിന്നെ സ്വന്തമായിട്ട് കിട്ടിയ ഞാൻ ഭാഗ്യവാനാന്ന് പറയണ്ടേ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അതിനായിട്ട് ലവ്, കീപ് ലവിങ്
and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. Renu is signing off. Good night. Take care.